ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫാമിലി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലൊരു വീടിൻ്റെ പാല് കാച്ചലിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വീടിൻ്റെ പെരകർ താമസമാണ്. സൺഡേ ആയിരുന്നു കേട്ടോ പെരകർ താമസം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീടിൻ്റെ പുറം ഭാഗത്തായിട്ട് പാടമാണ് കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണിത്. പാടത്തെപ്പോഴും വെള്ളം കാണല്ലോ. അപ്പോൾ ഭയങ്കര സീനറിയാണ് കേട്ടോ ഇത്. ഞാൻ ഇച്ചിരി നേരം വെളുത്തപ്പിന്നിലാണ് പോയത്, അതുകൊണ്ടാണ് അത്ര ഭംഗിയില്ലാത്ത കേട്ടോ. പിന്നെ വീടിൻ്റെ പുറകുവശത്തായിട്ട് പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നും പോയൊക്കെ ഇരിക്കുന്നു. തലേന്നും രാവിലെയും അതുപോലെ രാത്രിയും ഒക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കുറച്ച് ഉസ്താക്കന്മാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ദുആ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി, ചായ കുടിച്ചിട്ട് പോയി. പിന്നെ നമ്മൾ ജ്യൂസ് വരുന്നവർക്ക് കൊടുക്കാനുള്ള സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാടെ ഒരു കൂട്ടുകാരനാണിത്. അപ്പോൾ കൂട്ടുകാരനാണ് അതുപോലെ ജ്യൂസ് റെഡിയാക്കുന്നത്. മാംഗോ പൾപ്പും ആപ്പിളും അതുപോലെ കസ്കസും ഐസ് ബാൾസ് ഒക്കെ ഇട്ടുള്ള അടിപൊളി മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. ഈ ചൂടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ ഇത്. ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വെച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ഏകദേശം ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേര് വന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കാണല്ലോ ഫുഡ് നമ്മൾ റെഡിയാക്കിയിരുന്നത്. അപ്പോൾ രാവിലെ വന്നവർക്കെല്ലാം നമ്മൾ സ്നാക്സാണ് കേട്ടോ കൊടുത്തിരുന്നത്. സർലാസ് നമ്മൾ ഉണ്ടാക്കണമായിരുന്നു. അത് നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ കൂട്ടത്തിൽ സർലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാമായും ആൻറ്റിമാരും എല്ലാവരും കൂടി ചേർന്നിട്ട് സർലാസിനുള്ള കട്ടിങ്ങിലാണ് കേട്ടോ. കട്ടിങ് പരിപാടിയാണ്. ഈ ടൈമിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഒത്തിരി തിരക്കില്ലായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ് ഷെയർ ചെയ്യാനായിട്ട് പൊന്നാച്ചിയും പിള്ളേർ സെറ്റാണ് കേട്ടോ നിർത്തിയിരുന്നത്. കാരണം എല്ലായിടത്തും നമുക്ക് ഓടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ഇവിടുത്തെ വാപ്ചിയുടെ റിലേറ്റീവ്സാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഉമ്മച്ചിയും വാപ്ച്ചിയും ഉച്ചയായപ്പോഴേക്ക് ഏകദേശം 12-12:30 ആയപ്പോഴത്തേക്കും ഉമ്മച്ചിയും വാപ്ച്ചിയും ആങ്ങളെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നത് ഇങ്കൂസ് അവർക്കുടെ കയ്യിലേക്ക് അങ്ങ് പോയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൽമാക്കച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഉമ്മായും മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. കൊച്ചപ്പോഴത്തേക്കും അവളുടെ കൊച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ അവിടെ കിടത്തി. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും സൽമാക്കച്ചി, അച്ചുവും അപ്പച്ചി, അമ്മായും എല്ലാവരും വന്നു. ഉമ്മാക്കൊക്കെ പോകാൻ ചെറിയൊരു തിടുക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ സൺഡേ ആയിട്ട് ഒരുപാട് പേരുടെ അല്ലാത്ത പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം അതുപോലെ വെക്കേഷൻ തീരുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉച്ച സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഇപ്പോഴാണ് മാക്സിമം കുറേ പേര് വന്നത്. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചു. അപ്പോൾ ടൈമിലൊക്കെ കൊച്ചിരുന്ന് ഉറങ്ങുമായിരുന്നു. ഞാനപ്പോൾ അവൻ്റെ തിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചിയുടെ ഉമ്മായും വീട്ടുകാരൊക്കെ പോയി. പിന്നെ ഇവർ കുറച്ച് സമയങ്ങൾ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം പിന്നെ ഇരുന്നു കേട്ടോ. പിന്നെ അവർ പോകാൻ ഇറങ്ങിയപ്പോൾ അവർക്കുടെ കൂടെ തന്നെ ഇങ്കൂസും പോയി. ഇങ്കൂസിനെ അവരെ കാണാൻ നോക്കിയിരിക്കട്ടെ അവരുടെ കൂടെ പോകാൻ. പിന്നെ അവർക്ക് പോയി. പിന്നെ ഒരുപാട് ആളുകൾ വരവും പോക്കുമൊക്കെ ആയിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്നതും അതുപോലെ നമുക്ക് താമസത്തിന് പൈസയൊക്കെ എല്ലാവരും കൊടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് കൗണ്ട് ചെയ്യുകയും അതുപോലെ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു. ഞാനും പിള്ളേരൊക്കെ ആയിട്ടോ ഫുഡ് കഴിക്കാനിരുന്നത്. ഇത് ഞങ്ങളുടെ പേട്ടയിലത്തെ ഇത്താടെ കൊച്ചാണ്. നമ്മൾ കഴിഞ്ഞ ഒരു സീരാട്ടിപ്പേട്ടയിലത്തെ ഒരു കല്യാണത്തിന് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിലുണ്ട് ആ വാവയായിട്ട്. അതിൽ കുഞ്ഞു വാവയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കൂടി വലുതായിട്ടുണ്ട്. ഏകദേശം 8 മാസത്തോളം ആയിട്ടുണ്ട്. പിന്നെ രാവിലെ വന്നവർ കുറേശ്ശെ പേര് ഒരു 3 മണി 4 മണിക്ക് എത്തിക്കും പയ്യനെ പോകാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടോ. പിന്നെ ആ ടൈമിലും വരുന്നവരും ഉണ്ട്. പിന്നെ കുറച്ച് പേര് പോകും, കുറച്ച് പേര് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.
പിന്നെ വൈകുന്നേരം വന്നവർക്കെല്ലാം പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് തേങ്ങാച്ചോറും ബീഫും ആയിരുന്നു, അതുപോലെ വെഞ്ചോറും ഉണ്ടായിരുന്നു. രാത്രിക്കത്തേക്ക് പത്തിരിയും ചിക്കനും ആയിരുന്നു കേട്ടോ. പിന്നെ ഒപ്പം ബാക്കി വന്ന ബീഫ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി ഇപ്പം പിള്ളേരൊക്കെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി വന്ന ഓരോരുത്തർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആ വാവ ഇക്കാടെ കയ്യിലിരിക്കുക കേട്ടോ. അപ്പോൾ വേറെ ആരുടെയും കയ്യിലേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പേര് അവർക്കുടെ ഫാമിലിപ്പെട്ട കുറച്ച് പേരുടെ കയ്യിൽ മാത്രമായിരുന്നു കേട്ടോ വാവ പോകുന്നുള്ളൂ. അപ്പോൾ ഇക്കാടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് ഇക്കാടെ കീരാറ്റുപേട്ടയിലുള്ള ഒരു ഫസ്റ്റ് കസിനാണ്. അതായത് വാപ്പച്ചിയുടെ ചേട്ടൻ്റെ മകനായിട്ട് വരും. അവരെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കാതെ കേട്ടോ. ഈ താമസിച്ചാട്ടോ വന്നത്. അപ്പം എല്ലാവരും രണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് രാത്രി ഒരു 10 മണിന് ശേഷമായിട്ടാണ് പോയത്. അതുവരെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് ഏറ്റവും ലാസ്റ്റ് പോയത്. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് പോയത്. ഇവർ നമ്മൾ പോണതിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരും കൂടി പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യാൻ കയറി. അത്യാവശ്യം കുറച്ചധികം ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളാണ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ കയറി ചെയ്ത് തലങ്ങും വിലങ്ങും പൊട്ടിക്കുന്നു മാറ്റുന്നു അങ്ങനെയായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെയൊക്കെ പോയി. അങ്ങനെ നമുക്ക് ആ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണാം കേട്ടോ. ലാസ്റ്റ് ഇത്ത വന്ന് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും മക്കളൊക്കെ ഒരു സൈഡിലേക്ക് മാറി നിട്ടോ. പിന്നെ നമ്മളെല്ലാം തന്നെ പൊട്ടിച്ചു. അത്യാവശ്യം നല്ല ഐറ്റംസ്, ഇഷ്ടംപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു എയർ ഫ്രയർ ഉണ്ടായിരുന്നു, പിന്നെ ഫാന്, പിന്നെ അതുപോലെ തന്നെ എന്താ കാസറോള്, പിന്നെ ചില്ല് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽസ്, അതുപോലെ ഒരുപാട് ഒരു ക്ലോക്ക്, പിന്നെ 2-3 ഫ്രെയിംസ്, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും നോൺ സ്റ്റിക്ക് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ എയർ ഫ്രയർ ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ സുധീറും അമ്മയാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പം ഈ എയർ ഫ്രയർ വാങ്ങിയത് എൻ്റെ ഉമ്മച്ചിമിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അറിയാമായിരുന്നു എൻ്റെ ഉമ്മച്ചിമിറ്റി വാങ്ങിയെന്ന്. പിന്നെ എന്നാലും ഒന്നുകൂടി എല്ലാവരും ഒന്ന് നോക്കി. നമ്മൾ ആദ്യമായിട്ടാണ് ആ സംഭവം കാണുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ആ സംഭവം കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതെന്തായാലും. പിന്നെ നമുക്കൊരു കെറ്റിലുണ്ടായിരുന്നു കേട്ടോ. അത് ഇവർക്കില്ലാത്തതായിരുന്നു കെറ്റിൽ. അപ്പോഴത്തേക്കും അവർക്കത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അത് കിട്ടിയത്. പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കയറുകയാണ്. അതായത് ഇതൊക്കെ കിട്ടിയ ക്യാഷ് ഗിഫ്റ്റുകൾ, അതൊക്കെ എന്തോരം ഉണ്ടെന്നൊക്കെ നമ്മൾ ഒന്ന് എന്നെ തിട്ടപ്പെടുത്താനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ അത് കൗണ്ട് ചെയ്തത്. അങ്ങനെ പൈസയും എത്രയാന്നൊക്കെ എന്നെ തിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ പിന്നെ പോവാട്ടെ. അതോട് കഴിഞ്ഞ് നമ്മൾ ഒതുക്കപ്പെടുക്കാനൊന്നും നിന്നില്ല. ഇത്തായും തടെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വിളിച്ച് നമുക്ക് പറ്റിക്കോളെന്ന് വിചാരിച്ച് ഞാൻ ഇക്കായും പോയി. കൊച്ചി വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചിൻ്റെ കാര്യമൊന്നും അറിയണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പെണ്ണ് വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ എത്രയാണ് എമൗണ്ട് എന്ന് അറിയണം എന്നുള്ളൊരു ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ്, ഈ ഹൗസ് വാമിങ്ങിൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.